ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 32ാമത്തെ ശ്ലോക പഠിച്ചത്. ഇന്ന് പഠിക്കേണ്ട 33ാമത്തെ ശ്ലോകം വായിക്കാം. യുഗാധികൃത് യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്ദജിത്. യുഗാധികൃത് യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്ദജിത്. നാമങ്ങൾ 8 നാമങ്ങൾ. യുഗാധികൃത് യുഗാവർത്തഃ നൈകമായഃ മഹാശനഃ അദൃശ്യഃ വ്യക്തരൂപഃ സഹസ്രജിത് അനന്തജിത്. 8 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. യുഗാധികൃത് യുഗാവർത്തഃ നൈകമായഃ മഹാശനഃ അദൃശ്യഃ വ്യക്തരൂപഃ സഹസ്രജിത് അനന്തജിത്. ഇനി ഓരോ നാമം എടുത്തു നോക്കാം. യുഗാധികൃത് യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്ദജിത്. യുഗാധികൃത് ആദ്യത്തെ നാമം. യുഗങ്ങൾ ഉണ്ടാക്കുന്നവൻ. കൃത്തെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, യുഗങ്ങളുടെ ആരംഭം കുറിക്കുന്നവൻ എന്നർത്ഥം. യുഗങ്ങൾ 4 യുഗങ്ങൾ: കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ ഒരു പകല് മാത്രമാണ് യുഗങ്ങൾ. അപ്പം കാലചക്രത്തിൻ്റെ തിരിച്ചിൽ കൊണ്ട് ഭഗവാൻ സൃഷ്ടിക്കുന്നു ഈ കാലത്തെ, ഈ 4 യുഗങ്ങളെയും. അല്പായുസുള്ള ജീവാത്മാക്കൾ കാലചക്രമത്തിൻ്റെ ഭ്രമണം രാപകൽ കൂടിയ ദിവസം, രാവും പകലും കൂടെ കൂടിയാൽ ദിവസമായി. ഇനി സൂര്യൻ 12 ആദിത്യന്മാരായി നിന്ന് ഓരോ മാസത്തിൽ സഞ്ചരിച്ചതിനെ വർഷമാക്കുന്നു. പിന്നെ കൃഷ്ണ ശുക്ലപക്ഷങ്ങൾ ചേർന്നത് മാസമാണ്. അപ്പം മാസങ്ങൾ പിന്നെ വർഷമാകുന്നു. 12 മാസങ്ങൾ ചേരുമ്പോൾ ഒരു വർഷമാകുന്നു. ഇതൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷെ നിത്യനായ ഭഗവാനാകട്ടെ കാലത്തിൻ്റെ പ്രഭുവായി യുഗങ്ങളെ തുടങ്ങി വയ്ക്കുന്നു. ഭഗവാൻ ആത്മസ്വരൂപനായി ഈ കാലചക്ര ഭ്രമണം നമുക്ക് കാണിച്ചു തരുന്നു, ദൃശ്യമാക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് യുഗാധികൃത്. അടുത്ത നാമം യുഗാവർത്തക. ഈ യുഗങ്ങളെയെല്ലാം ആവർത്തിക്കുന്നു. 4 യുഗത്തിനെയും സംഹാര സമയത്ത്, പ്രളയ സമയത്ത് മുഴുവൻ സൂക്ഷ്മരൂപത്തിലാക്കി തന്നിലേക്ക് ലയിപ്പിക്കുകയും വീണ്ടും അത് സൃഷ്ടിയുടെ സമയം വരുമ്പം പുറത്താക്കി എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതായത് ചതുർയുഗങ്ങളുടെ അവസാന സൃഷ്ടികളെല്ലാം സൂക്ഷ്മരൂപമായി പ്രകൃതിയിൽ ലയിച്ച്, പ്രകൃതി ഭഗവാനിൽ ലയിച്ച്, ഭഗവാൻ യോഗനിദ്രയിൽ ലയിക്കുന്നു. പിന്നെ ഭഗവാൻ തന്നെ വിഷോധരനായി ജീവികളെ ദൃശ്യമാക്കുമ്പോൾ യുഗാദിയായി അവയെ ആരംഭിക്കുന്നു. ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ വിശ്വം നിലവിൽ വരുന്നു. ഇതിനെ യുഗാവർത്ത എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ യുഗാവർത്തൻ. അടുത്ത നാമം നൈകമായക. ഏകമായക, ഒരു മായയെ അല്ലാത്തവൻ എന്ന് പറഞ്ഞാലോ ഒന്നിലധികം മായകളുള്ളവൻ, വളരെയധികം മായകളുള്ളവൻ. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുകയോ ഉള്ളതില്ലെന്ന് തോന്നിക്കുകയും ചെയ്യുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകൃതിയുടെ ഇതാണ്. ഈ അനുഭവം അത് മായയുടെ പ്രവൃത്തിയാണ്. പ്രകൃതിയുടെ അജ്ഞത അല്ലെങ്കിൽ അവിദ്യയാണ് അടിസ്ഥാനം. മായയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിദ്യയാണ്.
അപ്പോൾ ഭഗവാൻ വളരെ ഏറെ മായയുള്ളവനാണ്. മായാവിയായ മഹാവിഷ്ണു പല രൂപത്തിൽ അവതരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഒരിക്കലും മോഹിനി രൂപം പൂണ്ടു. എന്നിട്ട് സർവസംഘ പരിത്യാഗിയായ ശിവനെ പോലും മായയിൽ കുടുക്കി. ഇതൊക്കെ ഭഗവാന്റെ മായകളാണ്. അങ്ങനെ പലതരം മായകളാൽ യുഗങ്ങളെ ആവർത്തിക്കുന്നത് കൊണ്ട് ഭഗവാന് പേര് നൈകമായക. അടുത്ത നാമം മഹാശനക, മഹത്തായ ഭക്ഷണമുള്ളവൻ. അതായത് മഹാവിഷ്ണു സംഘർഷണ സ്വരൂപനായി കൽപ്പാവസാനത്തിൽ, അതായത് പ്രളയ സമയത്ത് പ്രകൃതിയെ മുഴുവനെയും സൂക്ഷ്മരൂപത്തിലാക്കി തന്നിൽ ലയിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ മഹാശനൻ എന്ന് പറയുന്നു. അടുത്തത് അദൃശ്യക, കണ്ണുകളാൽ ആർക്കും കാണാൻ കഴിയാത്തവൻ. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അഗ്രാഹ്യനായ ഭഗവാനെ സമാധിയിൽ ജ്ഞാനചക്ഷുഷുകൾ കൊണ്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. മനസ്സ് തുടങ്ങിയ അന്ധകരണങ്ങളിൽ നിന്ന് വിട്ട് വെറുമൊരനുഭവമായി താൻ തന്നെ ബ്രഹ്മമാകുന്നു എന്ന അവസ്ഥ ആയതുകൊണ്ടാൽ അദൃശ്യ കാഴ്ചശക്തി കിട്ടുന്നു. അത് ഭഗവാൻ തന്നെയാണ്. എങ്ങനെയാണ് കണ്ണുകൾക്ക് കാണുവാനുള്ള ശക്തിയെ കാണാൻ കഴിയുക? ഇനി അടുത്ത നാമം വ്യക്തരൂപക, വ്യക്തമായ രൂപമുള്ളവൻ. അദൃശ്യരൂപ എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ ഉടനെ വ്യക്തരൂപ എന്നുള്ള നാമം വരുന്നു. അപ്പം യോഗമായയാൽ സമാവൃതനായതിനാൽ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമായതുകൊണ്ട് അവതാരങ്ങളിൽ സ്ഥൂല രൂപമെടുക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തമായി അറിയുവാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് അന്തർമുഖനായ യോഗി സമാധിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്വയം പ്രകാശ സ്വരൂപനായതുകൊണ്ടും ഭഗവാൻ വ്യക്തരൂപനാണ്. അടുത്ത നാമം സഹസ്രജിത്ത്, ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവൻ. ദേവന്മാരുടെ ശത്രുക്കളായ എത്രയോ അസുരന്മാരെ സുരേശ്വരനും വിശ്വസേനുമായ ഭഗവാൻ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പേര് സഹസ്രജിത്ത്. വ്യഷ്ടിപരമായി വീക്ഷിക്കുമ്പോൾ വാസനകളാൽ ഉണ്ടാകുന്ന ഭക്തന്മാരുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന ശത്രുക്കളെ, രാഗദ്വേഷാദികൾ എന്നിവയെ ഭഗവാൻ ഭക്തന്മാരുടെ ഭക്തി ശ്രദ്ധയോടുകൂടിയ പരിശ്രമത്താൽ കൃതാർത്ഥനായി അവരിൽ കൃപാകടാക്ഷം ചൊരിഞ്ഞ് ജയിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സഹസ്രജിത്ത്. അടുത്ത നാമം അനന്തജിത്ത്, അവസാനമില്ലാത്ത ജയമുള്ളവൻ എന്ന് പറഞ്ഞാലോ, മഹാശക്തി, മഹാബുദ്ധി, മഹാബല, മഹോത്സാഹ എന്നുള്ള നാമങ്ങളെല്ലാം മഹാവിഷ്ണുവിൻ്റെ വിവിധ ഗുണങ്ങളെ കാണിക്കുന്നു. പിന്നെ സത്യം എന്ന നാമം കൊണ്ട് ഭഗവാൻ ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും സത്യം മാത്രം ജയിക്കും. അപ്പോൾ എപ്പോഴും സത്യമേവ ജയതേ എന്ന് ഉപനിഷത്ത് വാക്യം. അപ്പം യുദ്ധത്തിനായാലും ക്രീഡയിലായാലും ഭഗവാൻ അനായാസമായി ജയിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് അനന്തജിത്ത്. ഇനി ഒന്നും കൂടി ആ ഒറ്റ വാക്കിൽ അർത്ഥം നോക്കി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. യുഗാധിക യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിത് അനന്തജിത്. യുഗാധികൃതി, യുഗങ്ങളുടെ ആരംഭം കുറിക്കുന്നവൻ. യുഗം മുതലായി ചക്രഭ്രമണത്തെ ദൃശ്യമാക്കുന്നവൻ. യുഗാവർത്തക, ചതുർയുഗങ്ങളെ ആവർത്തിപ്പിക്കുന്നവൻ. നൈകമായക, അനേകം മായകളുള്ളവൻ. മഹാശനക, പ്രളയകാലത്ത് അലംഭാവമില്ലാതെ എല്ലാം ഭക്ഷിക്കുന്നവൻ. യോഗിവര്യന്മാരുടെ വാസനകളെ മുഴുവൻ ഭക്ഷിച്ച് അവരെ തുരീയ അവസ്ഥയിലെത്തിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് മഹാശനക. അടുത്ത നാമം അദൃശ്യക, മാംസചക്ഷുഷു കൊണ്ട് കാണാൻ പാടില്ലാത്തവൻ. അടുത്ത നാമം വ്യക്തരൂപക, ഇന്ദ്രിയ സംയമനം ചെയ്ത അന്തർമുഖനായ യോഗിക്ക് യോഗസമാധിയിൽ പ്രകാശസ്വരൂപനായി കാണപ്പെടുന്നവൻ. അടുത്ത നാമം സഹസ്രജിത്ത്, ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവൻ. അടുത്ത നാമം അനന്തജിത്ത്, അവസാനമില്ലാത്ത ജയത്തോടു കൂടിയവൻ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം യുഗാധിക യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിത് അനന്തജിത്.
യുഗങ്ങൾ ഉണ്ടാക്കുന്നവനും ചതുർയുഗങ്ങളെ ആവർത്തിക്കുന്നവനും അനേകം മായകളുള്ളവനും മഹത്തായ പ്രപഞ്ചത്തെ തന്നെ ഭക്ഷിക്കുന്നവനും ആർക്കും കാണാൻ സാധിക്കാത്തവനും അവതാരങ്ങൾ എടുക്കുമ്പോൾ വ്യക്തമായി കാണപ്പെടുന്നവനും ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവനും അനായാസമായി ജയിക്കുന്നവനും വിഷ്ണു തന്നെ. ഒന്നുകൂടെ വായിക്കാം. യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത്. യുഗങ്ങൾ ഉണ്ടാക്കുന്നവനും ചതുർയുഗങ്ങളെ ആവർത്തിക്കുന്നവനും അനേകം മായകളുള്ളവനും മഹത്തായ പ്രപഞ്ചത്തെ തന്നെ ഭക്ഷിക്കുന്നവനും ആർക്കും കാണാൻ സാധിക്കാത്തവനും അവതാരങ്ങൾ എടുക്കുമ്പോൾ വ്യക്തമായി കാണപ്പെടുന്നവനും ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവനും അനായാസമായി ജയിക്കുന്നവനും മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന് ചേരുന്നത് തന്നെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം 33 ഇന്നിവിടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.